Lord, സിയോൺ ഫുൾ ഗോസ്പൽ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ, തിരുവനന്തപുരം നെടുമങ്ങാട്. ബൈബിൾ ക്യൂസ്. ഇയ്യോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ. എൻ്റെ വ്യസനം തൂക്കി നോക്കിയെങ്കിൽ, എൻ്റെ വിപത്ത് സ്വരൂപിച്ചു തുലാസിൽ വെച്ചെങ്കിൽ എന്ന് പറഞ്ഞത് ആര്? ഇയ്യോബ്. വ്യസനവും വിപത്തും കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറിയത് എന്ന് പറഞ്ഞത് ആര്? ഇയ്യോബ്. ആരുടെ വാക്കുകളാണ് തെറ്റിപ്പോകുന്നത്? ഇയ്യോബിൻ്റെ. ആരുടെ അസ്ത്രങ്ങൾ തന്നിൽ തറച്ചിരിക്കുന്നു എന്നാണ് ഇയ്യോബ് പറയുന്നത്? സർവശക്തൻ്റെ. എന്തിൻ്റെ വിഷം തൻ്റെ ആത്മാവ് കുടിക്കുന്നു എന്നാണ് ഇയ്യോബ് പറയുന്നത്? സർവശക്തൻ്റെ അസ്ത്രങ്ങളുടെ. ആരുടെ ഘോരത്വങ്ങൾ തൻ്റെ നേരെ അണിനിരന്നിരിക്കുന്നു എന്നാണ് ഇയ്യോബ് പറയുന്നത്? ദൈവത്തിൻ്റെ. കാട്ടുകഴുത ചിനയ്ക്കാത്തത് എവിടെ? പുല്ല് ഉള്ളയിടത്ത്. തീറ്റി തിന്നുമ്പോൾ മുക്കുറയിടാത്തത് ഏത് മൃഗമാണ്? കാള. രുചിയില്ലാത്തത് എന്തു കൂട്ടി തിന്നാൻ കഴിയും? ഉപ്പ്. ഡേഷിൻ്റെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? എന്തിൻ്റെ? മുട്ടയുടെ. തൊടുവാൻ എനിക്ക് വെറുപ്പ് തോന്നുന്നത് എനിക്ക് അറപ്പുള്ള ഭക്ഷണം ആയിരിക്കുന്നു. ഇത് പറഞ്ഞത് ആര്? ഇയ്യോബ്. ആരുടെ വചനങ്ങളെയാണ് ഇയ്യോബ് നിഷേധിച്ചിട്ടില്ലാത്തത്? പരിശുദ്ധൻ്റെ. എൻ്റെ ബലം കല്ലിൻ്റെ ബലമോ എൻ്റെ മാംസം താമ്രമാകുന്നുവോ എന്ന് പറഞ്ഞതാര്? ഇയ്യോബ്. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർ എങ്ങനെ ചതിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വറ്റിപ്പോകുന്ന തോടുകളുടെ ചാൽ പോലെ. എന്താണ് വഴിവിട്ട് തിരിഞ്ഞു പോകുന്നത്? സാർത്ഥങ്ങൾ. ആരുടെ സാർത്ഥങ്ങൾ തിരിഞ്ഞു നോക്കുന്നു എന്നാണ് ഇയ്യോബ് പറയുന്നത്? തേമയുടെ. പ്രതീക്ഷിക്കുന്നത് ആരുടെ യാത്രാഗണത്തെയാണ്? ശെബയുടെ. ആരുടെ വാക്കുകളാണ് കാറ്റിനു തുല്യമെന്ന് ഇയ്യോബ് പറയുന്നത്? ആശയറ്റവൻ്റെ. ആർക്കാണ് ചീട്ടിടുന്നത്? അനാഥന്. മർത്യന്റെ ജീവകാലം ആരുടെ ജീവകാലം പോലെ എന്നാണ് ഇയ്യോബ് പറയുന്നത്? കൂലിക്കാരൻ്റെ. വേലക്കാരൻ എന്തിനു വേണ്ടി വാഞ്ചിക്കുന്നു? നിഴൽ. കൂലിക്കാരൻ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടി? കൂലി. വ്യർത്ഥമാസങ്ങൾ എനിക്ക് അവകാശമായി വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആര്? ഇയ്യോബ്. എൻ്റെ ദേഹം പുഴുവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു, എൻ്റെ ത്വക്കിൽ പുൺവായ്കൾ അടഞ്ഞ് വീണ്ടും പഴുത്തു പൊട്ടുന്നു എന്ന് പറഞ്ഞത് ആര്? ഇയ്യോബ്. ഇയ്യോബിൻ്റെ നാളുകൾ എന്തിനേക്കാളും വേഗതയുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നെയ്ത്തോടത്തിലും. എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രം എന്ന് ഓർക്കണമേ. ഇത് പറഞ്ഞത് ആര്? ഇയ്യോബ്. ഇയ്യോബിൻ്റെ മക്കളുടെ പാപത്തെക്കുറിച്ച് പറഞ്ഞ സ്നേഹിതൻ ആരാണ്? ശൂഖ്യനായ ബിൽദാദ്. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കുമെന്ന് പറഞ്ഞതാര്? ശൂഖ്യനായ ബിൽദാദ്. ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ എന്ന് പറഞ്ഞത് ആര്? ശൂഖ്യനായ ബിൽദാദ്. വെള്ളമില്ലാതെ വളരാത്തത് എന്താണ്? പോട്ടപ്പുല്ല്. ചെളിയില്ലാതെ വളരാത്തത് എന്താണ്? ഞാങ്ങണ. ആശ്രയമറ്റവന്റെ ശരണം എന്താണ്? ചിലന്തിവല. ആരോട് 1000-1 ഉത്തരം പറവാൻ കഴിയുകയില്ല എന്നാണ് ഇയ്യോബ് പറയുന്നത്? ദൈവത്തോട്. ജ്ഞാനിയും മഹാശക്തനും ആര്? ദൈവം. ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നത് ആര്? ദൈവം. ദൈവം നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് എന്താണ് ചെയ്യുന്നത്? മുദ്രയിടുന്നു. സപ്തർഷി, മകയിരം, കാർത്തിക, തെക്കേ നക്ഷത്രമണ്ഡലം ഇവയെ ഉണ്ടാക്കുന്നത് ആരാണ്? ദൈവം. ആരുടെ തുണയാളികളാണ് ദൈവത്തിന് വഴങ്ങുന്നത്? രഗബിൻ്റെ. ഇയ്യോബ് തൻ്റെ ആയുഷ്കാലം ആരെക്കാൾ വേഗതയിൽ ഓടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓട്ടാളനേക്കാൾ. ഇയ്യോബ് എങ്ങനെ സംസാരിക്കുമെന്നാണ് പറയുന്നത്? മനോവ്യസനത്തിൽ. എന്തിനെ കടാക്ഷത്തോടെ പരിപാലിക്കുന്നു എന്നാണ് ഇയ്യോബ് പറയുന്നത്? ശ്വാസത്തെ. ദൈവം തനിക്ക് എന്തൊക്കെ നൽകി എന്നാണ് ഇയ്യോബ് പറയുന്നത്? ജീവനും കൃപയും. ഇയ്യോബ് തൻ്റെ കഷ്ടതയെ എങ്ങനെ കാണുന്നു? ലജ്ഞാപൂർണനായി. ദൈവം തന്നെ എങ്ങനെ നായാടുന്നു എന്നാണ്
ഇയ്യോബ് പറയുന്നത്, സിംഹത്തെ പോലെ. ദൈവം എങ്ങനെയുള്ള ശക്തിയെ കാണിക്കുന്നു? അത്ഭുത ശക്തി. അപ്പോൾ നിന്റെ അകൃത്യം ഓരോന്നും ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്ന് നീ അറിയുമായിരുന്നു. ഇതു പറഞ്ഞ സ്നേഹിതൻ ആരാണ്? നയമാത്യനായ സോഫർ. ബാഹുല്യത്തിന് ഉത്തരം പറയേണ്ടയോ? വിടുവായൻ നീതിമാനായിരിക്കുമോ എന്ന് പറഞ്ഞത് ആര്? നയമാത്യനായ സോഫർ. ദൈവത്തിൻ്റെ അഗാധതത്വം നിനക്ക് ഗ്രഹിക്കുവാമോ? സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ എന്ന് പറഞ്ഞത് ആര്? നയമാത്യനായ സോഫർ. എന്താണ് മനുഷ്യനായി ജനിക്കുമെന്ന് സോഫർ പറയുന്നത്? കാട്ട് കഴുതക്കുട്ടി. ആര് ബുദ്ധി പ്രാപിക്കുമെന്നാണ് സോഫർ പറയുന്നത്? പൊണ്ണനായവൻ. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത് എന്ന് പറഞ്ഞതായ ഇയ്യോബിന്റെ സ്നേഹിതൻ ആരാണ്? നയമാത്യനായ സോഫർ. ആയുസ് എന്തിനെ പോലെ പ്രകാശിക്കുമെന്നാണ് സോഫർ പറയുന്നത്? മദ്യ അഗ്നം പോലെ. എന്തുള്ളത് കൊണ്ടാണ് ഇയ്യോബ് നിർഭയനായിരിക്കുമെന്ന് സോഫർ പറയുന്നത്? പ്രത്യാശ. ദുഷ്ടന്മാർക്കുള്ള പ്രത്യാശ എന്താണ്? പ്രാണനെ വിടുന്നത്. ഇരുൾ എന്തുപോലെ ആകുമെന്നാണ് സോഫർ പറയുന്നത്? പ്രഭാതം പോലെ.